പൂക്കളം, ഊഞ്ഞാല്, പുലി. ഈ ഒളിച്ചോട്ട കേസും വാണിപ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരുടെ അടപ്പളായി. നമസ്കാരം. 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 ഇതാ സാറിന്റെ പതിവ് കോട്ട ബിസ്ക്കറ്റും കടലയും. ഇതാ സാറിന്റെ സിഗരറ്റ്. ഇതാ സാറിന്റെ അമ്മച്ചിക്ക് മുറുക്കാൻ. എന്റെ ഈശോയെ, ഈ കമ്മാരൻ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഒപ്പിടുന്നതിന് പകരം ഡെയിലി വന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര പൊതികൾ കിട്ടിയാലേ. എവിടെന്നെങ്കിലും പൊക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ ഇവിടെ കൃത്യസമയത്ത്. ഹാപ്പി ഓണം. നമ്മള് ഒന്നിച്ച് മുന്നേ വിഷു ആയിരുന്നു ആഘോഷിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു റംസാൻ ആഘോഷിക്കാൻ അടുത്ത തവണ വരാന്ന്. പക്ഷെ കണ്ടോ, ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലേ എന്റെ കൂടെ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇതിനും വലുതെന്തോ മുതലേ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെട്ടിയിട്ടാ. എല്ലാ കൊല്ലവും വരും ഇതേപോലെ. വീടൊന്നും തുറന്നു കൊടുക്കല്ലേ, നിങ്ങളെ മറ്റേ എല്ലാം പൊക്കും. നീ കുത്തുവാൾ അടുപ്പിക്കരുത്. ഉച്ചാരണ ശുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തേ. ഇനിയും നീ വാശി പിടിക്കുകയാണെങ്കിൽ പടച്ചോനാണ് എന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ കേറി അനൗൺസ് ചെയ്യും. അപ്പോ അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം ചെയ്തത്. ട്രിവാൻഡ്രത്തെ വീട്ടില് ഇവളായിരുന്നോ ഞാൻ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്നിട്ട് എന്തൊക്കെ കാണാതായില്ലേ? ഇക്ക രാവിലെ വന്നതാ. ഇവർക്ക് ഒരു ചെലവില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അടക്കം ഞാനാ കൊടുത്തത്. അതിന്റെ ഫുൾ ചെലവ്. എന്നിട്ട് ഈ ഇതിന് എത്ര വ്യൂസ് കിട്ടി, അതിനെന്താ ഇത്ര പൈസ കിട്ടി കാണും. അതിനകത്തുനിന്ന് ഒരു ശതമാനം നമുക്ക് തരിക, ഒരു മര്യാദ ഒന്നുമില്ല. കുറഞ്ഞത് ഒരു 10-25 ലക്ഷം ഉറുപ്പിക കിട്ടി കാണും. എനിക്കല്ല, ഇത് ഞാൻ വേറെ ചാനലിൽ വർക്ക് ചെയ്തായിരുന്നു. ചാനല് തോറും ഇങ്ങനെ കേറി ഇറങ്ങല്ലടാ, ഓർമ്മ കാണില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വ്യക്തിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ആ വീട് ഏൽപ്പിച്ചിട്ട് ധ്യാൻ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാക്കും വയറുവിട്ട് വളി രണ്ടു തിരിച്ചെടുക്കാൻ പറ്റൂല. അതോടുകൂടി അതങ്ങ് തീർന്നു. വീട്ടില് കുറച്ച് കൊപ്രയൊക്കെ ഉണക്കിയിടാനിട്ടിരുന്നു, അതടക്കം അടിച്ചോണ്ട് പോയി. ധ്യാൻ ചേട്ടാ, ഇവിടെ വന്നിപ്പോ നിക്കുമ്പോ ഏറ്റവും നല്ല ഓണം ഏതാ ധ്യാൻ ചേട്ടന്റെ? ഈ ഓണം അതല്ലാന്ന് എനിക്ക് പിന്നെ വേറെ എന്ത് പറയാം. പറ, അച്ഛന്റെ അമ്മയുടെയും വിനീതേട്ടന്റെ ഒക്കെ കൂടെ ആഘോഷിച്ച ഏറ്റവും നല്ല ഓണം ഏതായിരുന്നു? വിനീതേട്ടന്റെ കൂടെ ധ്യാൻ ചേട്ടൻ പിന്നെ ചെന്നൈയിലും മദ്രാസിലും ഒക്കെ ആയിരുന്നല്ലോ, ബിസി ആയിരുന്നു കുറച്ചുനാള്. ഇല്ല, അങ്ങനൊരു ഓണം ഇതുവരെ എന്റെ ഓർമ്മയിലില്ല. ഒന്ന് അച്ഛൻ ഇന്ന് ഓണമാണല്ലോ, ഒന്ന് വീട്ടിൽ പോയേക്കാം, അല്ലെങ്കിൽ മക്കളോട് ആഘോഷിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ വീട്ടിലൊന്നും വരാറൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് പട്ടിണി കിടന്നാലും നിനക്ക് ഇപ്പോഴും പഴയ സ്വഭാവം തന്നെ. ഏട്ടൻ പിന്നെ എവിടെയോ ആണ്. അപ്പോ നമ്മള് ആരെങ്കിലും പറഞ്ഞു വേണം അറിയണം ഇന്ന് ഓണമാണ് എന്നുള്ളത്. അപ്പോ അങ്ങനെ ഒരുമിച്ചിരുന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചൊരു ഓണം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഓണം ആയതുകൊണ്ട് പിന്നെ കൂടുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഓണത്തല്ല് കിട്ടിയിട്ടുണ്ടോ? ഓണത്തിനായിട്ട് കിട്ടിയിട്ടില്ല. എന്റെ പൊന്നോ കൊടുക്കത്താ. പിന്നെ അല്ലാതെ അല്ലാതെ തല്ല് കിട്ടിയിട്ടുണ്ട്. തല്ല് കൊടുത്തിട്ടുണ്ടോ? ഏത് ഓണത്തിനോ? അല്ല, ഇല്ല. തല്ല് കിട്ടിയതാണ് കൂടുതലും. അതുകൊണ്ട് കൊടുക്കാൻ അധികം ഞാനെണ്ണം തല്ലുന്നുണ്ട് ഒരാളെ. ഇത് കഴിയട്ടെ. വിഷുവിന് ഞാൻ ധ്യാൻ ചേട്ടന് കസവുള്ള മുണ്ട് കൊണ്ട് തന്നു. ഇന്നെങ്കിലും ധ്യാൻ ചേട്ടന് കസവുള്ള മുണ്ട് കൊടുത്ത് വന്നുകൂടായിരുന്നോ? ഇതൊക്കെ നിങ്ങൾക്കെല്ലാം കോസ്റ്റ്യൂം കട്ടസി ആയിരിക്കുമല്ലോ. ഇതൊക്കെ ഇത് കഴിയുമ്പോ ഊരിക്കൊണ്ടുപോകും പരിപാടി കഴിയുമ്പോഴേക്കും. മനസ്സില്ല, എനിക്ക് ഉറക്കെ പറയണം. നീ എന്തോ പറഞ്ഞ ഇതിന് കൊളാബ്, അതിന് പൈസ വേറെയാ. ഏത് എടാ, ഇവളപ്പോ എത്ര കാശുണ്ടാക്കുന്നുണ്ടോ? ഈ ഡ്രസ്സ് വേറെ കട, ഷോള് വേറെ കട, ഇതിന്റെ ഓർണമെന്റ്സ് വേറെ കട. മുല്ലപ്പൂ അടക്കം ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതടക്കം കൊളാബ് ചെയ്തിട്ട് കാശുണ്ടാക്കുന്ന ആളാ. എങ്ങനെയെങ്കിലും ഇല്ല ധ്യാൻ ചേട്ടാ. വിഷുവിന് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ചെന്നപ്പോ ജീൻസും ഷർട്ടും ഇട്ട് വന്നേക്കാ. ഞാൻ ചോദിച്ചു, ധ്യാൻ ചേട്ടാ ഇങ്ങനെയാണോ ഇന്റർവ്യൂവിന് വന്നിരിക്കണേ? എടി എന്റെ കയ്യിൽ മുണ്ടില്ലാന്ന്. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മുണ്ട്. ഒരു മുണ്ട് കൊണ്ടാ വന്ന്. എങ്ങാനും നീ മുണ്ടെടുത്തിട്ട് വന്നെങ്കിൽ പോകുമ്പോ മുണ്ടൂരി കൊണ്ടുപോയി. സത്യം ഇത് കേട്ടസിയാ. അതിന് നിന്റെ ഫോട്ടോ എടുത്തിട്ട് വല്ലോ ഉറപ്പല്ലേ? ഇല്ല, ഞാൻ ധ്യാൻചാന്റെ കൂടെ ഇങ്ങനെ നിക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ ഇട്ടോളൂ. തിളക്കത്തിൽ അശോകട്ടൻ നിൽക്കൂല ലാസ്റ്റ് പോകുമ്പോ മുണ്ടും കൂടെ വിളിച്ചോ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്.